പൈശാചിക ആവേശം പൂണ്ടുനിന്ന കാപാലികന്മാർ ആ 3 പേരെയും രക്ഷപ്പെടാൻ അനുവദിക്കാതെ കൂർത്ത ശൂലങ്ങൾ കൊണ്ട് കുത്തി അഗ്നികുണ്ഡത്തിലേക്ക് തള്ളിയിടുകയായിരുന്നു. അക്രമികളുടെ ബഹളം കേട്ട് ഓടി രക്ഷപ്പെട്ട ഗ്രാമീണർ പക്ഷെ അസാധാരണമായ ഒരു കാഴ്ച കണ്ടു. ഗ്രഹാം കുടുംബം മടങ്ങിയെത്തിയത് 3 ശവപ്പെട്ടിയിൽ അടച്ചു വെച്ചിരുന്ന 3 കരിക്കട്ടകളായി. പൂമാല എണീച്ചാണ് ഈ കൊടും കുറ്റവാളിയെ ജയിലിന് പുറത്തേക്ക് ആനയിച്ചത്. എന്താണ് ഒരു മിഷണറി പങ്കുവെക്കുന്ന സന്ദേശം എന്ന് ശ്രദ്ധിച്ചിട്ടുണ്ട്? ഭാരതാംബയുടെ മുഖത്ത് വീണ്ടും കരിമഷിയോ. അഗ്നിയിൽ ഒരു ജീവ ബലിയായി തീർന്നിട്ട് 26 സംവത്സരങ്ങൾ കഴിഞ്ഞു. എങ്കിലും ഓസ്ട്രേലിയൻ മിഷണറി ഗ്രഹാം സ്റ്റെയിൻസും സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന 2 പിഞ്ചോമനകൾ ഫിലിപ്പും തിമോത്തിയും വീണ്ടും മാധ്യമങ്ങളിൽ ഇടം പിടിച്ചിരിക്കുകയാണ്. 1999 ജനുവരി 23 അവർ മൂവരും ജീവനോടെ ചുട്ടുകൊല്ലപ്പെട്ടത്. ആ അരും കൊല നടത്തിയ ധാരാസിംഗിൻ്റെ സഹപ്രവർത്തകൻ മഹേന്ദ്ര ഹെബ്രാമിനെ ഒഡീഷ സർക്കാർ ഇപ്പോൾ നിരപരാധിയാക്കി വിട്ടയച്ചിരിക്കുകയാണ്. പൂമാല എണീച്ചാണ് ഈ കൊടും കുറ്റവാളിയെ ജയിലിന് പുറത്തേക്ക് ആനയിച്ചത്. മുഖ്യ പ്രതിയായ ധാരാസിംഗും ഒരുപക്ഷെ ഏറെ വൈകാതെ പുറത്തു വന്നേക്കാം. അതിനുള്ള പഴുതുകൾ അദ്ദേഹവും അന്വേഷിച്ചു വരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. ഗ്രഹാമിനെയും കുടുംബത്തെയും പരിചയമില്ലാത്തവർക്ക് വേണ്ടി ഒരു ചെറിയ അനുസ്മരണ ഞാൻ പറയാം എന്ന് കരുതുകയാണ്. ഒഡീഷയിലെ മയൂർഭഞ്ച് ലെപ്രസി മിഷനിലായിരുന്നു ഗ്രഹാമും കുടുംബവും ജീവിച്ചിരുന്നത്. ഓസ്ട്രേലിയയിലെ സുഖ സൗകര്യങ്ങളെല്ലാം ത്യജിച്ച് ഭാരതത്തിലെത്തിയ അവരുടെ ജീവിതം സമൂഹം തെരുവ് നായ്ക്കളെ പോലെ ആട്ടിപ്പായിച്ച കുഷ്ഠരോഗികളുടെ പരിചരണത്തിന് വേണ്ടി ഒഴിഞ്ഞ് വെച്ചതായിരുന്നു. ഇഴഞ്ഞു നടക്കുന്ന പുഴുക്കളുടെ അത്ര പോലും വിലമതിക്കപ്പെട്ടിട്ടില്ലാത്ത ആദിവാസികളോട് ദൈവ സ്നേഹം വെളിപ്പെടുത്താൻ വേണ്ടിയായിരുന്നു അവർ നമ്മുടെ നാട്ടിൽ വന്നത്. എന്നാൽ അതിന് അവർക്ക് കൊടുക്കേണ്ടി വന്ന വില വളരെ വലിയതായിരുന്നു. മിസസ് ഗ്ലാഡിസ് സ്റ്റെയിൻസിനെയും മകൾ എസ്തേറിനെയും ബാക്കി നിർത്തി ഗ്രഹാമിനെയും നിഷ്കളങ്കരായ 2 പൊന്നോമന കുഞ്ഞുങ്ങളെയും വർഗീയവാദികൾ ചുട്ടെരിച്ചു. മനോഹർപൂരിലായിരുന്നു ആ സംഭവം നടന്നത്. 3 പതിറ്റാണ്ടുകളായി നടന്നു വരുന്ന സന്താളികളുടെ വാർഷിക ജംഗിൾ ക്യാമ്പിൽ പങ്കെടുക്കുകയായിരുന്നു സ്റ്റെയിൻസും മക്കളും. 200-ലധികം ആദിവാസികളായിരുന്നു ആ ക്യാമ്പിലുണ്ടായിരുന്നത്. ജീവനുള്ള ഒരു ദൈവത്തെക്കുറിച്ച് അവരിതിനോടകം വ്യക്തമായി തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരുന്നു. അതിനാൽ പരസ്പരം കരുതുവാനും സ്നേഹിക്കുവാനും സഹായിക്കുവാനും ഒക്കെ അവർ പഠിച്ചു. മാത്രമല്ല വീറിലും വൃത്തിയിലും ആരോഗ്യ പരിചരണത്തിലും വസ്ത്രധാരണത്തിലുമൊക്കെ അവരുടെ ഇടയിൽ കാതലായ മാറ്റം വന്നിരുന്നു എന്നത് ശ്രദ്ധേയമാണ്. പകൽ പൂർത്തിയായി രാത്രിയിൽ എല്ലാവരും വിശ്രമിക്കുവാൻ വേണ്ടി പലയിടത്തേക്ക് പിരിഞ്ഞു. സ്റ്റെയിൻസും മക്കളും അവർ യാത്ര ചെയ്തു വന്ന വില്ലീസ് ജീപ്പിൽ തന്നെയാണ് ഉറങ്ങാൻ കിടന്നത്. കാറ്റത്ത് മഞ്ഞു വീഴുന്നത് തടയാനായി വാഹനത്തിൻ്റെ മുകളിൽ പഴുതുകളെല്ലാം അടച്ച് വൈക്കോൽ വെച്ചിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അർദ്ധരാത്രിയുടെ നിശബ്ദതയെ തുളച്ചുകൊണ്ട് വില്ലീസ് ജീപ്പിന് 100 വാര അകലെ നിന്നും ഒരു വന്യ സംഗീതത്തിൻ്റെ വൈതാളിക താളം ഉയർന്നു പൊങ്ങി. പക്ഷേ യാത്രയുടെ ക്ഷീണം കൊണ്ട് സ്റ്റെയിൻസും മക്കളും ഒന്നും അറിയാതെ പരസ്പരം കെട്ടിപ്പിടിച്ച് ഇതിനോടകം ഗാഠ നിദ്രയിൽ മുഴുകിക്കഴിഞ്ഞിരുന്നു. വൈകാതെ ആ ആസുര സംഘം ഗ്രഹാമിൻ്റെ വില്ലീസ് ജീപ്പിൻ്റെ സമീപത്തെത്തി. അവരുടെ കയ്യിൽ തൃശൂലവും മണ്ണെണ്ണ നിറച്ച കന്നാസും തീപ്പന്തങ്ങളും ഉണ്ടായിരുന്നു. വാഹനത്തിൻ്റെ ടയറുകൾ കുത്തിമലർത്തുകയാണ് അവർ ആദ്യം ചെയ്തത്. പിന്നാലെ വാഹനത്തിന് തീ കൊളുത്തുകയും ചെയ്തു. ഗ്രഹാമും മക്കളും ഞെട്ടിയുണർന്നു. പുറത്ത് ചാടി രക്ഷപ്പെടാൻ അവർ ഒരു വിഫല ശ്രമം നടത്തി. പക്ഷേ പൈശാചിക ആവേശം പൂണ്ടുനിന്ന കാപാലികന്മാർ ആ 3 പേരെയും രക്ഷപ്പെടാൻ അനുവദിക്കാതെ കൂർത്ത ശൂലങ്ങൾ കൊണ്ട് കുത്തി അഗ്നികുണ്ഡത്തിലേക്ക് തള്ളിയിടുകയായിരുന്നു. സ്റ്റെയിൻസിൻ്റെ ചുണ്ടുകളിൽ നിന്നും അവസാനമായൊരു ശബ്ദമുയർന്നു, ജീസസ്, ജീസസ്. വാഹനം ഒരു തീഗോളം പോലെ നിന്നെരിഞ്ഞു. ഘാതകന്മാർ അതിനു ചുറ്റും ആവേശപൂർവ്വം ചുടല നൃത്തം ചവിട്ടി. അക്രമികളുടെ ബഹളം കേട്ട് ഓടി രക്ഷപ്പെട്ട ഗ്രാമീണർ പക്ഷേ അസാധാരണമായ ഒരു കാഴ്ച കണ്ടു. കത്തിയെരിയുന്ന വാഹനത്തിൻ്റെ മുകളിൽ ഒരു പ്രകാശഗോപുരം, അതിൻ്റെ അഗ്രം ആകാശത്തെയും തുളച്ചങ്ങ് മുകളിലേക്ക് പോകുന്നു, അങ്ങുയരങ്ങളിലേക്ക്, ദൈവ സന്നിധിയിലേക്ക്. അന്നത്തെ ഇന്ത്യൻ പ്രസിഡന്റ് KR നാരായണൻ്റെ വാക്കുകളിൽ ഭാരതത്തിൻ്റെ ചരിത്രത്തിന്മേൽ ഒരു കുപ്പി കറുത്ത മഷി വന്നു വീണതുപോലെ നമ്മുടെ രാഷ്ട്രത്തിൻ്റെ മുഖം വികൃതമായ ഒരു ദിനം. നന്മയ്ക്ക് വേണ്ടി മാത്രം ജീവിതം ഒഴിഞ്ഞു വെച്ച ഒരു മിഷണറിയും 2 കുഞ്ഞുങ്ങളും നിർദ്ദയം വധിക്കപ്പെട്ട ഒരു രാത്രി. ആവേശത്തോടെ ഏതാനും നാളുകൾക്ക് മുൻപ് മയൂർഭഞ്ചിലെ വീട്ടിൽ നിന്നും ക്യാമ്പിലേക്ക് പോയ ഗ്രഹാം കുടുംബം മടങ്ങിയെത്തിയത് 3 ശവപ്പെട്ടിയിൽ
അടച്ചു വെച്ചിരുന്ന 3 കരിക്കട്ടകളായിട്ടായിരുന്നു. എന്തായിരുന്നു അവർ ചെയ്ത തെറ്റ്? ദൈവസ്നേഹത്തിൻ്റെ വിത്തുകൾ ആദിവാസി മനസ്സുകളിൽ പാകി എന്നതാണോ? സുവിശേഷം സമ്മാനിക്കുന്ന സമാധാനത്തിൻ്റെ സന്ദേശം അറിയിച്ചു എന്നതാണോ? പാപമോചനത്തിനായി ക്രിസ്തു ഒരുക്കിയ മാർഗം ചൂണ്ടിക്കാണിച്ചു എന്നതാണോ? എന്നാൽ ശ്രദ്ധേയമായൊരു കാര്യം, ഈ കഴിഞ്ഞ 4 നൂറ്റാണ്ടിനിടയിൽ ഗ്രഹാം സ്റ്റെയിൻസിൻ്റെ മരണശേഷം ക്രിസ്തുവിനെ രക്ഷകനായ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുന്നവരുടെ സംഖ്യ ഒഡീഷയിലും നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെല്ലാം ക്രമാതീതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ്. അവിടെ സംഭവിക്കുന്നത് മതം മാറ്റമല്ല, മനം മാറ്റമാണ്, ജീവിത ശൈലിയിലുള്ള മാറ്റമാണ്. നരഭോജികളെപ്പോലും നരസ്നേഹികളാക്കുന്ന സുവിശേഷം വരുത്തുന്ന വിപ്ലവമാണ്. എന്താണ് ഒരു മിഷണറി പങ്കുവെക്കുന്ന സന്ദേശം എന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? പറയാം. സമസ്ത ജീവജാലങ്ങളും ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടതാണ്. എന്നാൽ ദൈവത്തെ അവഗണിച്ച് തിന്മയുടെ അവതാരമായ സാത്താനെ പിൻചൊല്ലുവാനായിരുന്നു മനുഷ്യൻ്റെ തീരുമാനം. അങ്ങനെയാണ് മനുഷ്യ സമൂഹത്തിൽ പാപം കൊടികുത്തി വാഴാൻ തുടങ്ങിയത്. പാപിയായതോടെ മനുഷ്യന് ദൈവവുമായിട്ടുള്ള ബന്ധം പൂർണ്ണമായിട്ടും വിച്ഛേദിക്കപ്പെട്ടു. മനുഷ്യൻ ചെയ്തു കൂട്ടുന്ന പാപങ്ങളുടെ വേതനം നിത്യ മരണം അഥവാ നിത്യ നരകമാണ്. ക്രൂശിൽ ദൈവപുത്രനായ യേശു ആ നരകശിക്ഷ ഏറ്റെടുത്തു. യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുന്ന ഏതു മനുഷ്യനും ക്രിസ്തു ഒരുക്കിയ ആ രക്ഷാമാർഗം അത് സ്വന്തമാക്കി പാപമോചിതനാവാം. ഇത് സ്വന്തം താല്പര്യപ്രകാരം ആർക്കും സ്വീകരിക്കുകയോ തിരസ്കരിക്കുകയോ ചെയ്യാം. അതാണ് മിഷണറിമാർ പങ്കുവെക്കുന്ന സുവിശേഷം. തികഞ്ഞ സഹജീവി സ്നേഹമല്ലാതെ അവരെ ഇതിന് പ്രേരിപ്പിക്കുന്ന മറ്റൊരു ഘടകവുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതാണ് സത്യം എന്ന് വരികിലും ഉത്തരേന്ത്യയിലും മറ്റും ക്രിസ്തീയ പീഠയുടെ തോത് വല്ലാതെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് നാം മനസ്സിലാക്കണം. ഇതിൽ ക്രൈസ്തവർ വല്ലാതെ ആശങ്കപ്പെടേണ്ടതില്ല എന്നാണ് എൻ്റെ പക്ഷം. കാരണം ഞാൻ പറയാം. ക്രിസ്തുവും ലോകത്തിലെ ഇതര നേതാക്കന്മാരും തമ്മിൽ കാതലായൊരു വ്യത്യാസമുണ്ട്. എന്നെ അനുഗമിച്ചാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടതെല്ലാം നൽകും, നമ്മുടെ നാട് ഞാൻ പറുദീസയാക്കും എന്നൊക്കെയുള്ള മോഹന വാഗ്ദാനങ്ങൾ നൽകാനായിരിക്കും എല്ലാ നേതാക്കന്മാരുടെയും ശ്രമം എന്നുള്ളത് നമുക്കറിയാം. എന്നാൽ ക്രിസ്തു പറഞ്ഞത് എന്താണ്? എന്നെ അനുഗമിച്ചാൽ നിങ്ങൾക്ക് ഈ ഭൂമിയിൽ കഷ്ടതയുണ്ട്, കണ്ണുനീരുണ്ട്, പ്രതിസന്ധികളുണ്ട്, അങ്ങനെയൊക്കെയാണ്. ഏതെങ്കിലും ഒരു നേതാവ് ഇങ്ങനെ പച്ചയായ വസ്തുത തുറന്ന് പറയുമോ? എങ്കിലും നിങ്ങളുടെ മനസ്സ് കലങ്ങിപ്പോവേണ്ടതില്ല, കാരണം ഞാൻ ലോകത്തെ അതിജീവിച്ചിരിക്കുന്നു എന്നും കൂടെ യേശുക്രിസ്തു പറയുന്നുണ്ട് എന്ന് നാം മനസ്സിലാക്കുക. മറ്റൊരു കാതലായ വ്യത്യാസം കൂടെ പറയട്ടെ. ലോകത്തിലെ എല്ലാ മതങ്ങളും പ്രത്യയശാസ്ത്രങ്ങളും കൊന്നു വിജയം നേടിയവരാണ്. എന്നാൽ ക്രിസ്തുവിൻ്റെ മാർഗം മാത്രമാണ് ചത്ത് വിജയം കൊയ്യുന്നത്. ധാന്യമണി നിലത്ത് വീണ് ചത്തില്ലെങ്കിൽ പ്രയോജനമില്ല എന്നും യേശു തിരുവചനത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. ഓരോ തുള്ളി ചോരയിൽ നിന്നും 1000 പേർ ഉയർന്നു വരുന്നത് ഇവിടെ മാത്രമാണ് എന്ന് നാം ഗ്രഹിക്കുക. രക്തസാക്ഷികളുടെ ജീവരക്തമാണ് ക്രിസ്ത്യാനുഗാമികളുടെ വളർച്ചയുടെ വിത്ത് എന്ന ചൊല്ല് അർത്ഥപൂർണമാണ്. ചരിത്രം ഈ വസ്തുതയ്ക്ക് അടിവരയിടുന്നുണ്ട്. ആദിമ നൂറ്റാണ്ട് മുതൽ ക്രിസ്തു ശിഷ്യന്മാർക്കുള്ള പീഡകൾ നേരിട്ട എല്ലാ സ്ഥലങ്ങളിലും എല്ലാ അവസരങ്ങളിലും ക്രൈസ്തവ സമൂഹത്തിൻ്റെ വളർച്ച അതിദ്രുതമായിരുന്നു. ഞാൻ ഇത്രയും പറഞ്ഞതിൻ്റെ താല്പര്യം, നിസ്വാർത്ഥമായ ദൈവസ്നേഹത്തിൻ്റെ വക്താക്കളായ ക്രിസ്തു ശിഷ്യന്മാരെ കൊന്നും പീഡിപ്പിച്ചും ഈ മാർഗത്തെ നശിപ്പിക്കാൻ നടത്തിയിട്ടുള്ള ശ്രമങ്ങളെല്ലാം പാഴായിത്തീരുകയായിരുന്നു എന്ന് വ്യക്തമാക്കാൻ വേണ്ടിയാണ്. ദൈവജനം കൂടുതൽ പ്രാർത്ഥിക്കുവാനും പ്രവർത്തന സജ്ജരാകുവാനും മാത്രമേ അത് സഹായിച്ചിട്ടുള്ളൂ. എന്നാൽ ഒരു അപകട സൂചന കൂടെ നൽകട്ടെ. സുഖലോലുപതയും കംഫർട്ട് സോണിലെ ജീവിതവും ക്രിസ്തുമാർഗത്തെ ഇല്ലാതാക്കും എന്ന് നമ്മൾ വിസ്മരിക്കരുത്. അതാണ് അമേരിക്കയിലും ബ്രിട്ടനിലുമൊക്കെ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാര്യങ്ങളെല്ലാം സുഗമമായി വന്നാൽ ക്രിസ്ത്യാനികൾ രാഷ്ട്രീയം ഉൾപ്പെടെ പലതിലേക്കും കണ്ണുതിരിക്കാൻ സാധ്യതയുണ്ട്. ക്രിസ്തുവിൻ്റെ പിൻഗാമികൾക്കോ അവർക്ക് നേതൃത്വം നൽകുന്നവർക്കോ ഈ ഭൂമിയിലെങ്ങും രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഉണ്ടാകുവാനോ വോട്ട് ബാങ്കോ രാഷ്ട്രങ്ങളോ പടുത്തുയർത്തുവാനോ അനുവാദമില്ല. അങ്ങനെയാണ് തിരുവചനം പറയുന്നത്. രാഷ്ട്രത്തിലെ അധികാരികൾക്ക് വിധേയരായി ഇവിടെ പാർക്കുവാൻ മാത്രമാണ് നമുക്ക് അനുമതിയുള്ളത്. മനുഷ്യ മനസാക്ഷിയെ വല്ലാതെ പിടിച്ചുലച്ച അരിങ്കൊലയുടെ ആസൂത്രകർ ആവേശത്തോടെ തടവറയിൽ നിന്ന് മോചനം നേടി പുറത്തേക്ക് വരുമ്പോൾ ക്രിസ്തു ശിഷ്യർ ബേജാറാവേണ്ട എന്നുകൂടെ ഞാൻ പറയുകയാണ്. ഭാരതാംബയുടെ മുഖത്ത് വീണ്ടും കറുത്ത മഷി വീണു എന്ന് വിലപിക്കേണ്ട ആവശ്യമില്ല. നീതി നിഷേധിക്കപ്പെടുമ്പോൾ നിയമം നമ്മൾ കയ്യിലെടുക്കരുത്. ഈ കൊലപാതകങ്ങൾക്ക് വേണ്ടി കൂടെ പ്രാർത്ഥിക്കുവാനാണ് നമുക്ക് നിയോഗമുള്ളത്. തന്നെ ക്രൂശിൽ തറച്ചവരെ നോക്കി, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്നറിയായ കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്നാണ് ക്രൂശിലെ ക്രിസ്തുവിൻ്റെ 7 മൊഴികളിൽ ആദ്യത്തേത്. ആ നേതാവിൻ്റെ പാത പിന്തുടരുകയല്ലേ യഥാർത്ഥ ക്രിസ്ത്യാനികൾ ചെയ്യേണ്ടത്?
ക്രിസ്തുമാർഗത്തെ മുച്ചൂട് മുടിപ്പിക്കുവാൻ മുതിർന്ന സാവുൾ എന്ന പൗലോസിനെയും ദൈവസ്നേഹത്തിൻ്റെ പ്രവാചകനാക്കുക എന്നതാണ് ദൈവത്തിൻ്റെ പദ്ധതി. അതുകൊണ്ട് എൻ്റെ ശ്രോതാക്കളോട് എനിക്കൊരു അഭ്യർത്ഥനയുണ്ട്. നിങ്ങൾ ഒരു യഥാർത്ഥ ക്രിസ്തു ഭക്തനാണെങ്കിൽ ഈ മാർഗത്തിനെതിരെ പടപൊരുതുന്ന ലോകമാസകലമുള്ള വ്യക്തികൾക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുക. അവരും ജീവനുള്ള ദൈവത്തെ തിരിച്ചറിയുവാൻ ഇടവരട്ടെ. ആത്യന്തിക വിജയം സത്യത്തിനും നന്മയ്ക്കും തന്നെയായിരിക്കും, സംശയം വേണ്ട.